കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഡിറ്റ് നോട്ട് ബുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ പ്ലാനിങ് ഓഫ് ഓഡിറ്റ്, അതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓഡിറ്റ് നോട്ട് ബുക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്നുള്ളത്. Auditor should document matters which are important in providing evidence that audit was carried out in accordance with the basic principles. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡോക്യുമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ട് അത് ക്യാരിഡ് ഔട്ട് അക്കോർഡൻസ് ദി ബേസിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തന്നെയാണ് ഓഡിറ്റ് ക്യാരി ചെയ്തത്. അത്തരത്തിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയും. സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം, നോട്ട്സ് ആയിരിക്കാം, മിനിറ്റ്സ് ആയിരിക്കാം, മറ്റ് ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്സ് ആയിരിക്കാം. ഇത്തരം ഡോക്യുമെന്റ്സ്, മിനിറ്റ്സ്, ഇതിന് ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സിനെ, മിനിറ്റ്സിനെയൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. These papers properly arranged and preserved carefully. എന്ത് ചെയ്യണം, പ്രോപ്പർലി അറേഞ്ച് ചെയ്യണം, പ്രിസർവ് ചെയ്യണം കെയർഫുള്ളി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് ഈസ് പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ. ഇത് ഓഡിറ്റർ പ്രോപ്പർട്ടിയാണ്. ഓഡിറ്റർക്ക് അവകാശപ്പെട്ട, ഓഡിറ്റർക്ക് കൈവശം വെക്കാവുന്ന, ഓഡിറ്ററുടെ ഓണർഷിപ്പിലുള്ളതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. The ownership of audit working papers, ഓഡിറ്റർ ആണ്, ഒരിക്കലും ഒരു ക്ലയന്റിന്റെ അല്ല. ഓഡിറ്റർ ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ആണ്, ഒരിക്കലും തന്നെ എന്തല്ല, ഏജന്റ് ഓഫ് ക്ലയന്റ് അല്ല. അതുകൊണ്ട് ഓഡിറ്ററെ കയ്യിൽ സൂക്ഷിക്കാവുന്ന, ഓഡിറ്റർക്ക് അവകാശപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ വാല്യുബിൾ ആണ്, വളരെ കോൺഫിഡൻഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ഓഡിറ്റർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓഡിറ്റർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന, കീപ്പ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ്. അത്തരം ഡോക്യുമെന്റ്സിൽ ഉടമസ്ഥാവകാശം ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ അത് ഓഡിറ്റർക്കുള്ളതാണെന്നുള്ളതാണ്. ഓഡിറ്റർക്ക് ഉടമസ്ഥതയിൽ ഓണർഷിപ്പ് അവകാശമുള്ള ഒന്നാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിന്റെ പ്രത്യേകതകൾ? നാച്ചർ ആൻഡ് യൂസസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനം? Auditor should document matters which are important in providing evidence that audit was carried out in accordance with the basic principles. ഓഡിറ്റ് നടത്തുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് തന്നെയാണ് എന്ന് ഓഡിറ്റർ എന്ത് ചെയ്യണം, എവിഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടുള്ള എവിഡൻസുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്ര ഒരു എവിഡൻസ് ആണ് ഈ വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ഷുഡ് റെഫർ ദം ലേറ്റർ ഓൺ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. അത് റെഫർ ചെയ്തുകൊണ്ടാണ്, ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് റെഫർ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് നടത്തുന്നത്. അത്തരത്തിലുള്ള ഓഡിറ്റ് ഫയൽസ് ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ടു ഡിഫെൻഡ് ഹിം അഗേൻസ്റ്റ് ചാർജസ് ഓഫ് നെഗ്ലിജൻസ് ചാർജസിന് അഗേൻസ്റ്റ്
negligence ചാർജസ് വരുമ്പോൾ അത് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ നെഗ്ലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആക്ഷേപം ഉണ്ടാകുമ്പോൾ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആണ് നിലകൊള്ളുക. Then any nature and uses of audit working papers. Audit working papers in the nature and uses എന്തൊക്കെ? Audit working papers should be designed and properly arranged and preserved to meet the circumstances of each audit and auditor's needs in respect of audit. Auditors ഓരോ സർക്കംസ്റ്റാൻസസിലെ ആവശ്യങ്ങൾ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം അത് അറേഞ്ച് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്, പ്രോപ്പർലി അറേഞ്ച് ചെയ്യേണ്ടത്, പ്രിസർവ് ചെയ്യേണ്ടത് ഓരോ സർക്കംസ്റ്റാൻസസിനും അനുസരിച്ച് ഓഡിറ്റർ നീഡ്സിനനുസരിച്ചായിരിക്കണം. ദെൻ നെക്സ്റ്റ് overall understanding. The working papers should be sufficiently complete and detailed. Working papers എന്തായിരിക്കും? Sufficiently complete ആയിരിക്കണം, detailed ആണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് ഇത് യൂസ്ഫുൾ ടു ഹാവ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിനെ കുറിച്ച് ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യും? ആശ്രയിക്കുന്ന ഒന്നാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. They will be useful to the auditor to have an overall understanding of audit and professional judgment. The next, all important matters to be included which are essential for drawing conclusions of audit report. Audit report conclude ചെയ്തുകൊണ്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാറ്റേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കണം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ ഉണ്ടായിരിക്കണം. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ആർ ടു ബി ഇൻക്ലൂഡഡ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഡ്രോയിങ് കൺക്ലൂഷൻസ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത് പറഞ്ഞത് ഇത് audit working papers should be designed and properly arranged and preserved to meet the circumstances of each audit and auditor's needs in respect of audit. Then next പറഞ്ഞത് working papers should sufficiently and complete and detailed. They will be useful to auditor to have an overall understanding of audit. Overall understanding of audit വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ്ഫുൾ ആകുന്നത്. Then next പറഞ്ഞു all matters to be included which are essential for drawing conclusions of the audit report. ഓഡിറ്റ് റിപ്പോർട്ടിന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. Then next, if it is continuous audit, the working paper files are to be classified. If it is continuous audit, working papers classified as permanent file and current file. Continuous audit ആണെങ്കിൽ വർക്കിംഗ് പേപ്പേഴ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, പെർമനന്റ് ഫയൽ എന്നും കറന്റ് ഫയൽ എന്നും. കണ്ടിന്യൂസ് ഓഡിറ്റിന്റെ കേസിൽ നമുക്ക് ഒട്ട് വർക്കിംഗ് പേപ്പേഴ്സിന്റെ പ്രത്യേകത, രണ്ടു തരം ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഉണ്ടാവും, പെർമനന്റ് ഫയലും കറന്റ് ഫയലും. Next, contents of audit working papers. എന്തൊക്കെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ പ്രധാനമായിട്ട് കണ്ടന്റ് ആയിട്ടുള്ളത്? ഒന്ന് ട്രയൽ ബാലൻസ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൽ കണ്ടന്റിൽ വരുന്ന ഒന്നാണ് ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സിൽ കണ്ടന്റ്സിൽ വരുന്ന ഒന്നാണ് ട്രയൽ ബാലൻസ്. രണ്ടാമത്തത് ഷെഡ്യൂൾ ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. എത്രത്തോളം ഡെറ്റേഴ്സ് ഉണ്ട്, എത്രത്തോളം ക്രെഡിറ്റേഴ്സ് ഉണ്ട് എന്നുള്ള ആ ഷെഡ്യൂൾ.
Then depreciation statement contents of audit working papers വരുന്ന ഒന്നാണ്. പിന്നെ correspondence between auditor and debtors. Auditor and debtors തമ്മിലുള്ള correspondence ഉണ്ട്. Auditor and creditors regarding their balance. Auditor and debtors, auditor and creditors regarding their balance on account. അവരുടെ അക്കൗണ്ടിലെ ബാലൻസ് ആയി ബന്ധപ്പെട്ട് ഓഡിറ്റർ ഓൺ ഡെറ്റേഴ്സുമായിട്ടും ഓഡിറ്റർ ആൻഡ് ക്രെഡിറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടൻസ് ഉണ്ടാവും. ആ കമ്മ്യൂണിക്കേഷന്റെ രേഖകൾ. Then next is schedule of investment. ഇൻവെസ്റ്റ്മെന്റിന്റെ പട്ടിക. Then confirmation by bank regarding bank balance of the client. നമ്മുടെ ക്ലയന്റിന്റെ ബാങ്ക് ബാലൻസ് സംബന്ധിച്ചിട്ടുള്ള ബാങ്ക് തന്നിട്ടുള്ള കൺഫർമേഷൻ. Then bank reconciliation statement. ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലെ ബാങ്ക് ബാലൻസും നമ്മുടെ ബാങ്കിലെ ഒറിജിനൽ ബാലൻസും തമ്മിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് അത്തരം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ വ്യത്യാസത്തെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് ഒരു ഓഡിറ്റർക്ക് ആവശ്യമാണ്. Then next, details of cash balance checked. ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്. ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. Then next, certificate regarding stock in trade and its valuation. സ്റ്റോക്ക് ട്രേഡ് വാല്യൂ ചെയ്തതിന് ആയിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും ദെൻ അതിന്റെ വാല്യൂഷൻ. സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ വാല്യൂ, മെത്തേഡ് ഓഫ് വാല്യൂഷൻ ഏത് മെത്തേഡിലാണെന്നുള്ളതും വാല്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ. സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. Then next, certificate from the management that all outstanding assets and liabilities have been included in the accounts. Debtsൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സും ലയബിലിറ്റീസും. അത് ഗുഡ് അല്ലെങ്കിൽ ബാഡ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണോ അല്ലെ ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് തരംതിരിച്ചിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ആ സർട്ടിഫിക്കറ്റ്, മാനേജ്മെന്റിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയിട്ടുണ്ടാവും. ട്രയൽ ബാലൻസിന് പുറമെ വരുന്ന അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നമുക്കറിയാം. ആ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ച അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ട്രയൽ ബാലൻസിന് പുറമെ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്സ്, അതിന്റെ എൻട്രീസ്, ജേർണൽ എൻട്രീസ്. കണ്ടിൻജന്റ് ലയബിലിറ്റീസ് സർട്ടിഫൈഡ് ബൈ ദി മാനേജ്മെന്റ്. കണ്ടിൻജന്റ് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള. An important extract of minutes book regarding the agreement with vendors. Agreement with vendors, agreement with brokers. Brokers ആയിട്ടുള്ള അഗ്രിമെന്റ്, വെൻഡേഴ്സ് ആയിട്ടുള്ള അഗ്രിമെന്റ്. Then a draft of final account. Final accountന്റെ ഒരു draft. Then details of queries made during the course of audit and explanation given to him. എന്തൊക്കെ ഡീറ്റെയിൽസ് ഓഫ് ക്വറീസ് ആണ് എന്തൊക്കെ ഡീറ്റെയിൽസ് ഓഫ് ക്വറീസ് ആണ് ആവശ്യപ്പെട്ടത്, അതിന് കിട്ടിയ മറുപടി എന്താണ്? രണ്ടും.
നമ്മൾ പറഞ്ഞത് ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെന്റ്, കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ഡെറ്റേഴ്സ്, schedule of auditor and creditors, then schedule of investment, confirmation by bank regarding bank balance, bank reconciliation statement, details of cash balance checked, certificate regarding stock in trade and its valuation, certificate from management that all outstanding assets and liabilities have been included in the accounts, debts classified as good, bad, doubtful, adjusting entries, contingent liabilities certified by management, important extracts of minutes book regarding agreement with vendors and brokers, draft of final account, details of queries made during the course of audit. The next purpose or may aim or advantages of audit working papers. Audit working papers in the advantages എന്തൊക്കെ അല്ലെങ്കിൽ അതിന്റെ purpose എന്താണ്? It is necessary to prepare audit report. ഈ papers, audit working papers, necessary to prepare audit report. Audit report prepare ചെയ്യാൻ necessary ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ advantage. രണ്ട്, provide extent of audit work done by auditor. ഓഡിറ്റ് വർക്ക് ഏതുവരെ നീളുന്നു, എത്രത്തോളം നീളും എന്നുള്ളതിൻ്റെ provide extent of audit work done by the auditor. എത്രത്തോളം extent of ചെയ്തു എന്നുള്ളത്. Then next, a valuable documentary evidence ആണ്. ഇതൊരു valuable documentary evidence to defend the auditor. Auditor ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു documentary evidence ആണ്, valuable documentary evidence ആണ് ഈ പറഞ്ഞിട്ടുള്ള audit working papers. The next, it serves a link between the documents and final report. ഇത് ഡോക്യുമെന്റ്സിന്റെയും ഫൈനൽ റിപ്പോർട്ട്സിന്റെയും ഇടയിൽ ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നു. Audit working papers serves as a link between documents and final report. They serve as a guide to auditor in subsequent audit. ഇത് ഓഡിറ്റ് സബ്സിക്വന്റ് ഓഡിറ്റ്, തുടർന്ന് വരുന്ന ഓഡിറ്റുകൾക്ക് ഒരു ഗൈഡായിട്ടും സെർവ് ചെയ്യുന്നു. then ഓഡിറ്റ് ക്ലർക്കിന് ഇതൊരു ട്രെയിനിങ് കൂടിയാണ്. ഈ ഓഡിറ്റ് preparation of working paper means to give training to the audit clerk. ഓഡിറ്റ് ക്ലർക്കിന് ട്രെയിനിങ് കൂടിയാകുന്നു. Then next, with the help of working papers, auditor can coordinate and control the audit work efficiently. ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദി ഓഡിറ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി. എഫിഷ്യൻ്റ് ആയിട്ട് ഓഡിറ്റ് വർക്ക് കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. Then next, to point out the weakness of internal control system. Internal control സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് inefficiency of accounting system. അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ ഇൻഎഫിഷ്യൻസിനെയും എന്ത് ചെയ്യാൻ പറ്റുന്നു? ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നു. Then next, in case of transfer of audit staff transfer ചെയ്താലും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് great help to continue audit work without duplication of work. ഓഡിറ്റ് വർക്കിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ഓഡിറ്റ് എന്ത് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഓഡിറ്ററെ ഇത് സഹായിക്കുന്നു. They provide historical record of the work. ഇതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് ദി വർക്ക് ആണ്. വർക്ക് ഡൺ ചെയ്തതിന്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ആണെന്ത്? അപ്പോൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്നുള്ളത് നെസസറി ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്, എക്സ്റ്റെന്റ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ. Then next, papers become valuable documentary evidence ആണ്. ഡോക്യുമെന്റിന്റെ ഫൈനൽ റിപ്പോർട്ടിന്റെ ഇടയിലെ ലിങ്ക് ആണ്. Then subsequent ഓഡിറ്റിന് ഒരു ഗൈഡായി സെർവ് ചെയ്യുന്നു. Then preparation of working paper means training ആണ്. Then working papers coordinate and control the audit work efficiently കോർഡിനേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഒരു ട്രാൻസ്ഫർ ഓഫ് ഓഡിറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ
Audit staff in transfer ഉണ്ടായി കഴിഞ്ഞാൽ വർക്കിംഗ് പേപ്പേഴ്സ് ഇറ്റ് ഹെൽപ്പ് ടു കണ്ടിന്യൂ ഓഡിറ്റ് വർക്ക് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് വർക്ക് ആണ്. then point out the weakness of internal control സിസ്റ്റത്തിന് അക്കൗണ്ട് സിസ്റ്റത്തിന് വീക്ക്നെസ്സിനെ പോയിന്റ് ചെയ്തിട്ട് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു. then next ടൈപ്സ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് രണ്ട് വിധമുള്ളത്, പെർമനന്റ് ഫയലും കറന്റ് ഫയൽ അല്ലെങ്കിൽ ആനുവൽ ഫയലും. പെർമനന്റ് ഫയൽ എന്ന് പറയുന്നത് വർക്കിംഗ് പേപ്പേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ കണ്ടക്ടിങ് ദി ഓഡിറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. ഒരു ഇയറിന് ശേഷം വീണ്ടും ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് പെർമനന്റ് ഫയൽ ആയിരിക്കും. അത് ഇത്ര ഫയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് memorandum, articles of association, provision of regarding issue of debentures, copy of long-term service agreement, technical details of the firm. ഇത്തരത്തിലുള്ള രേഖകളാണ് പെർമനന്റ് ഫയൽ എന്ന് പറയുന്നത്. എന്നാൽ കറന്റ് ഫയൽ എന്ന് പറയുന്നത് ഇത് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് ഓഫ് കറന്റ് ഇയർ ഓഡിറ്റ് പ്രോഗ്രാം. ഈ വർഷത്തെ ഓഡിറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രം ഉൾക്കൊള്ളുന്നതാണ്. അത് information include trial balance, schedule of debtors and creditors, correspondence with bank regarding bank balance, schedule of investment തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻസ് വർക്കിംഗ് പേപ്പേഴ്സിലെ കുറെ കാര്യങ്ങളാണ് അതിൽ കറന്റ് ഫയലിൽ വരുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്താന്ന് പറഞ്ഞു, പിന്നെ നാച്ചർ യൂസസ് പറഞ്ഞു, ദെൻ കണ്ടൻസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് പറഞ്ഞു, അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് നമ്മൾ പറഞ്ഞു.